സമയം നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചയത്തേക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. 8-ാം സങ്കീർത്തനം എന്റെ 4-ാമത്തെ വാക്യം. മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് നല്ല ചോദ്യമാണ്. പ്രൈസലോ. ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നത് ആത്മാവിൽ. മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എത്രമാത്രം, എന്തുമാത്രം. ദാവീദ് ചോദിച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളും നമ്മോട് തന്നെ ചോദിക്കണം ഇത് വാക്ക്. അല്ലേ, എങ്കിലേ നമുക്കൊരു സമാധാനം ഉണ്ടാകുമോ എന്നുള്ള ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ദാവീദിന് ഒരു സമാധാനം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ ലഭ്യമായത് ദാവീദ് തന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ മർത്യനാണ്, മനുഷ്യനാണ്, ഞാൻ മരിച്ചു പോകുന്നവനാണ്, ദ്രവത്വമുള്ളവനാണ്. അല്ലേ, ഞാൻ ബലഹീനനാണ്, താഴ്ചയുള്ളവനാണ്. എന്നെ ഓർക്കാൻ, അല്ലേ, എന്നെ ഓർക്കാൻ ഞാൻ എന്തുമാത്രമാണ്. അല്ലേ, മാത്രമല്ല മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തും മാത്രം. പ്രൈസലോ. ഇതൊരു മശിയ സങ്കീർത്തനം കൂടെയാണ്. അല്ലേലൂയ, സ്തോത്രം. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിൽ യേശു ക്രിസ്തുവിന്റെ ശക്തമായ ഒരു നിഴല് ഇതിനകത്ത് തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. പ്രൈസലോ. അപ്പം ദൈവത്തിന്റെ മഹത്വം അമലിയ ദൈവപുത്രന്റെ അഥവാ മനുഷ്യപുത്രന്റെ താഴ്ച എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്സാരനായ മനുഷ്യനെയും അവർണ്യമായ ആകാശവിധാനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്ഭുത പരതന്ത്രനായി സംഗീതക്കാരൻ ചോദിച്ചു പോവുകയാണ്, മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്തുകൊള്ളുന്നു. ആകാശത്തെയും ഭൂമിയും സംഗീതക്കാരൻ നോക്കുകയാണ്. അതാണ് അതിന്റെ 1-ാം വാക്യം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. അപ്പം വലിയൊരു ആകാശത്തിനും ഭൂമിയിലും ദൈവ തേജസ്, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. അല്ലേലൂയ, ആമേൻ. അവന്റെ അല്ലൊരു സ്തോത്രം, അവന്റെ തേജസ്, അല്ലേലൂയ, ഭൂമി മുഴുവൻ, ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസലോ. നമ്മുടെ ദൈവം ആരാ? അല്ലേ, നാം വിശ്വസിക്കുന്ന, നാം പ്രസ്താവിക്കുന്ന, നാം പ്രസംഗിക്കുന്ന, നാം ഉൾക്കൊണ്ട നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ തന്നവൻ, മരിച്ച് കല്ലറകൾ കൊതുക്കുവാൻ കഴിയാതെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മാലക്കാര്യത്തെ മറിയിക്കും എമ്മോസിലേക്കും ശിഷ്യന്മാർക്കും 11 പേർക്കും 500 പേർക്കും പ്രത്യക്ഷമായി. അല്ലേലൂയ. 40 നാൾ അവരോടൊപ്പം തുടർന്ന് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിന്റെ വലത്തുഭാഗത്ത് ആമീൻ തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന, അല്ലേ, മാത്രമല്ല തന്നിൽ വിശ്വസിക്കുന്ന തന്റെ സമയം മണവാട്ടിയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമെന്ന് അരുളി ചെയ്തവൻ. ആ യേശുവിനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ എന്തുമാത്രമല്ലേ, നമ്മുടെ താഴ്ചയിലേക്ക് നമ്മളൊന്ന് വരണം. എന്നിട്ട് നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കണം. കർത്താവിന് മഹത്വം കൊടുക്കണം. നമ്മൾ താഴ്ചയിലേക്ക് വരണം. പ്രൈസലോ. നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ ഉയരുന്നത്. അല്ലേലൂയ, രക്തം ചെയ്യുന്നത്. അപ്പൊ മനുഷ്യപുത്രനെ ഓർക്കുവാൻ എന്ത്. ഇവിടെ എന്താ, കർത്താവ് തനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് ദാവീദ് എത്രമാത്രം സ്നേഹത്തോടും വാശിയോടും കൂടെയാണ് അല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നത്. അല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നത്. അല്ലേലൂയ എന്ന് പറഞ്ഞാൽ വനാന്തരത്തിൽ അപ്പന്റെ ആടുകളുമായി മേയിച്ചു കൊണ്ട് നടന്നിരുന്ന ദാവീദിനെ ദൈവം അല്ലേലൂയ ആമീൻ ഇസ്രായേലിന്റെ രാജാവാക്കി തീർത്ത് രാജസിംഹാസനം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്റെ വനത്തിലെ ജീവിതം മാറി, ആടുകളുമായുള്ള ജീവിതം മാറി. ആടുകൾക്ക് പകരം ഇപ്പോൾ ഇസ്രായേൽ ജനത്തെ, ഒരു പുരുഷാരത്തെ, ഒരു ജനത്തെ മുഴുവൻ മേയിക്കുവാൻ, നടത്തുവാൻ രാജകീയ പദവി കൊടുത്ത, അല്ലെങ്കിൽ രാജകീയ പദവി അനുഭവിക്കുന്ന, ആ രാജകീയ കിരീടം വെച്ച ദാവീദ് അല്ലേ എന്ന് പറയുന്ന വ്യക്തി പറയാ, എന്നെ ഓർക്കാൻ ഞാൻ എന്തും മാത്രമാണ്. പ്രൈസ് ലോർഡ്.
എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കിയാണ്, ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നിനക്ക് ചെയ്ത നന്മകൾ, ദൈവം നിനക്ക് തന്ന ആരോഗ്യം, ദൈവം നിനക്ക് തന്ന ജോലി, ദൈവം നിനക്ക് തന്ന മക്കൾ, ദൈവം നിനക്ക് തന്ന വിദ്യാഭ്യാസം, ദൈവം നിനക്ക് തന്ന അറിവുകൾ, കഴിവുകൾ, ബുദ്ധി, ജ്ഞാനം, ദൈവം നിന്നിൽ കൂടെ ചെയ്തെടുക്കുന്ന പ്രവർത്തികൾ, നിന്റെ കുടുംബം എല്ലാം ഓർത്താൽ നീ എന്തുമാത്രം എല്ലാം കാരണഭൂതൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ പള്ളികളിൽ കൊണ്ടുപോയി വഴിപാട് കഴിക്കുന്നതോ, ആമെ കൊണ്ടുവന്നിടുന്നതോ, ഭണ്ഡാരപ്പെട്ടിയിൽ നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുന്നതോ, പെരുന്നാൾ നടത്തുന്നതോ, ഹല്ലേലൂയ അതിന് തക്കതായത് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. അത് നിയമങ്ങളാണ്. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നിലനിർത്തുന്നോർത്ത്, നിന്നെ നടത്തുന്നതോർത്ത്, നിനക്ക് തന്ന ആരോഗ്യമോർത്ത്, നിന്റെ ശരീരം കൊണ്ടും നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ ജീവിതം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്, നോട്ടം കൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, നിന്റെ ജീവിതം മുഴുവൻ, നിന്നെ മുഴുവൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഭൗതിക നന്മകളൊക്കെ ദൈവം നമുക്ക് തന്നതാണ്, പക്ഷെ ആത്മീക നന്മകളെല്ലാം ദൈവം തരുന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് പറയുക, ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും ദാവീദ് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറയുന്നത് 103 സംഗീതത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒരപ്പൻ എത്രമാത്രമാണ് മക്കളോട് കരുണ കാണിക്കുന്നത്. മക്കൾ എത്ര വഷളായി പോയാലും, തെറ്റിപ്പോയാലും, ലഹരിക്കും അടിമയായി പോയാലും, ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പന്റെ ചിന്ത എന്താണ്? മകൻ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുക. പിന്നെ ആ മകൻ എന്തെല്ലാം നന്മ ചെയ്ത് കൊടുക്കാൻ കഴിയും, അവനെ എങ്ങനെയെല്ലാം പോറ്റി പുലർത്തി അവനെ സംരക്ഷിച്ച് അവന് നല്ലൊരു നിലയുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന അപ്പൻ മക്കളോട് കാണിക്കുന്ന കരുണ നമുക്കറിയാം ഭൂമിയിൽ. അതുപോലെ ദാവീദ് പറയും, അപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ, കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെയൊക്കെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ വചനം വായിക്കുമ്പോൾ സ്തോത്രം 13ാം വാക്യം എന്ന് പറയുന്നത് അല്ലേ, ദൈവിക സ്നേഹത്തിന്റെ ഉയരത്തെ കുറിച്ച് 11ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. 103 11ാം വാക്യം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവിക സ്നേഹത്തിന്റെ ഉയരമാണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം, നീളം അഥവാ അകലം 12ാം വാക്യത്തിൽ കാണാൻ കഴിയും. 12ാം വാക്യം എന്താണ്? ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മുടെ അകറ്റിയിരിക്കുന്നു. എന്റെ നീളത്തെ കുറിച്ചാണ് വീണ്ടും ഉദയത്തെക്കുറിച്ചും, ഉദയത്തോട് അല്ലെങ്കിൽ ഉദയത്തോട് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ 13ാം വാക്യത്തിലും പറയും. എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവസ്നേഹത്തിന്റെ ആഴമേറിയ കാര്യങ്ങളാണ് സങ്കീർത്തനം 103 11 12 13 വാക്യങ്ങൾ പറയുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാവിൽ, ഒരു അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെയാണ് ദൈവത്തിനോട് കരുണ തോന്നിയത്. നീ എത്രയോ പ്രാവശ്യം മരണത്തിന് വിധേയപ്പെട്ട്, എത്രയോ പ്രാവശ്യം രോഗിയായി മാറി. കൊറോണ സമയത്ത് നിന്റെ ജീവൻ അപഹരിക്കത്തക്ക നിലയിൽ നിന്റെ ജീവിതം അപകടത്തിൽ താളത്തെറ്റിയിലെ വിവിധമായ രോഗത്തിന് അന്നും ഇന്നും അടിമകളായി അടിമത്തത്തിലേക്ക് പോകും. രോഗം നിന്നെ കൈവശപ്പെടുത്തുമ്പോൾ, രോഗം നിന്നെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ, പാപ സ്വഭാവങ്ങൾ, പാപത്തിന്റെ ചിന്തകൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൽ നിന്നൊക്കെ ദൈവം നിന്നെ പിടിവിച്ച് നിനക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ, പദവികൾ തന്ന്, ആരോഗ്യം തന്ന്, നിന്റെ കുടുംബത്തെ ഉയർത്തി, നിന്റെ മക്കളെ മാനിച്ച് നിനക്ക് സകലവിധ നന്മകളും തന്നതോർത്താൽ നീ ദാവീദിനോട് ചേർന്നോണം, മനുഷ്യനെ അല്ലെങ്കിൽ മർത്തിനെ നീ ഓർക്കുവാൻ അവൻ എന്തുമാത്രം. മനുഷ്യപുത്രനെ സന്ദർശിപ്പാൻ സന്ദർശിപ്പാൻ അവരെന്തുമാത്രം. നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരകന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്ത. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന്. സ്തോത്രം. എന്താണ്? അവൻ നമ്മുടെ അകൃത്യങ്ങളെ മുഴുവൻ മോചിച്ചു, നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കി,
നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിച്ചു. 13 സംഖ്യത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഖ്യത്താണ് കേട്ടോ. അല്ലേ വായിക്കണം, വല്ലപ്പോഴും ഒക്കെ വായിച്ചങ്ങ് സന്തോഷിക്കണം. വായിച്ച് ദൈവത്തിനങ്ങ് നന്ദി പറയണം. സ്തോത്രം. ഞാൻ ഈ ദൈവത്തിനൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 4 സർജറി ഞാൻ ചെയ്തു. അല്ലേ 4 സർജറിയോളം ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്ത് വലിയ കഷ്ടങ്ങൾ കടന്നുപോയി. മറ്റനവധി രോഗങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ജീവിതങ്ങൾ ചിലപ്പോൾ ഓർത്തുകൊണ്ട് മരിച്ചു പോയാൽ മതി, ഇനി ഇവിടെ ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്നുപോലെ ചിന്തിച്ച ചില സമയങ്ങളുണ്ട്. ഒന്നാമത്തെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, രണ്ടാമത്തെ ജീവിത ഭാരങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഓർക്കുമ്പോൾ കർത്താവ് എങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി, എങ്ങനെ ഇതൊക്കെ നയിക്കും. അല്ലെങ്കിൽ ഓരോ സർജറിക്കും ചെല്ലുമ്പോൾ ലക്ഷങ്ങളാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച സമയം ഞാൻ ഓർക്കുന്നു മരിച്ചാൽ മതി. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞ ഒരു അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുടെ കരുണ തോന്നി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഓരോ ആവശ്യങ്ങൾ കടന്നു വന്നപ്പോൾ ഞാൻ ഓരോ സമയം ബലഹീനനായി മാറിയപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, അപമാനിക്കപ്പെട്ടപ്പോൾ, എല്ലായിടത്തും മാറ്റി നിർത്തപ്പെട്ടപ്പോൾ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ച്, അതുകൊണ്ട് ഞാനും എൻ്റെ ദൈവത്തോട് പറയും, മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവരെന്ത്, ഞാൻ മർത്യനാണ്, ഞാൻ മനുഷ്യനാണ്. ഞാൻ എന്നോട് തന്നെ പറയാം, ഞാനൊരു മർത്യനാണ്, ഞാൻ മനുഷ്യനിൽ മരിച്ചു പോകുന്നവനാണ്, ഞാൻ ദ്രവിച്ചു പോകുന്നവനാണ്, എനിക്ക് ദ്രവത്വമുണ്ട്. എന്നാൽ ദ്രവത്വമുള്ള മനുഷ്യനായ എന്നെ, മരിച്ചു പോകുന്ന, ദ്രവത്വമായി തീർന്ന, ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന എന്നെ ഓർക്കുവാൻ എൻ്റെ ദൈവമേ അങ്ങ് ആരാ? സന്തോഷത്തോടെ ദൈവത്തിൽ ചോദിക്കണ്ടേ, എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന്. എന്നിട്ട് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. എന്നെ കേൾക്കുന്ന മാതാപിത, നിന്നെ വിദേശ രാജ്യങ്ങളിൽ അയച്ചില്ലേ? അവിടെ നിനക്ക് നല്ല ജോലികളും പദവികളും തന്നില്ലേ? നല്ല വീട് തന്നില്ലേ? മക്കളെ തന്നില്ലേ? നാട്ടിൽ നിനക്ക് ഇഷ്ടംപോലെ സമ്പത്തുകൾ വാങ്ങിക്കൂട്ടാൻ നിനക്ക് അവസരം തന്നില്ലേ? എൻ്റെ ഇന്നത്തെ തലമുറകളെല്ലാം മാനിച്ച ദൈവം. എൻ്റെ എവിടെ കുപ്പക്കുഴിയിലായിരുന്നു നിന്നെ ദൈവം ഉയർത്തി ഉന്നതങ്ങളെ കൊണ്ട് ഇരുത്തി ഓർത്ത് കഴിയുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കണം. വനാന്തരത്തിൽ ആടുകളെ മേച്ചൊഴിയുന്ന ദാവീദിനെ നീ ഉയർത്തി സിംഹാസനത്തിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ ദാവീദിന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. എന്താ ചെയ്യാം? നിന്റെ താഴ്ച നമ്മെ ഓർത്തവന്, അതാണ് 136 സംഗീതം പറയുന്നത്. നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവാൻ അവർ ദൈവമുള്ളത്. അല്ലേ 136 സംഗീതം വായിക്കണം കേട്ടോ. ദൈവം നമ്മൾക്ക് നടത്തിയ വിധങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യണം, രക്തം ചെയ്യണം. മാതാവേ, പിതാവേ, നീ കലങ്ങിയ കണ്ണുമായി കണ്ണുനീരിന്റെ നടുവിലൂടെ നീ കടന്നു പോവുകയാണോ? പോരുകളും പോരാട്ടങ്ങളും ശത്രുവിന്റെ തന്ത്രങ്ങളും നിനക്കെതിരെ കടന്നു വരുന്നുണ്ടോ? നീ ഉയരില്ല എന്ന് പറഞ്ഞ് ശത്രു ബാധ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകലേന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാൻ തോത്, ദാവീദിനെ മാനിച്ചുയർത്തിയ ദൈവം, ദാവീദിനെ വനാന്തരങ്ങളിൽ മാനിച്ചുയർത്തി സിംഹാസനത്തിലിരുത്തിയ ദൈവം, നിന്റെ കഷ്ടതയിൽ ദൈവം നിന്നെ ഉയർത്തി ഉന്നതങ്ങളിൽ ദൈവം നിന്നെ ഇരുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. എവിടെ നീ താഴ്ന്നോ, എവിടെ നീ പരാജയപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, അവരുടെ മുമ്പിൽ ദൈവം നിന്റെ തലയെ ഉയർത്തുക തന്നെ ചെയ്യും, രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നമ്മുടെ ദൈവം വലിയവനാ കേട്ടോ. അപ്പൊ നമ്മളൊരു ബലഹീനതയോടെ കടന്നു പോകും, ആ ബലഹീനതയോടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ ദൈവത്തോട് കൂടെ അടുപ്പിക്കുന്നത് കേട്ടോ. ദൈവം നമ്മെ മറന്നിട്ടല്ല, നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് ഭജന പറഞ്ഞു, അല്ലേ സ്തോത്രം. അപ്പനും തൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ യഹോവ നമ്മെ ആശ്വസിപ്പിക്കുന്നു. അതിന് ഞാൻ എന്ത് മാത്രമാ കർത്താവി, നീ എന്നെ ഇത്രത്തോളം സ്നേഹിപ്പാൻ ഞാൻ എന്ത്? നമ്മൾ പറയണം, കർത്താവി നീ എന്നെ ഇത്രത്തോളം സ്നേഹിപ്പാൻ ഞാൻ എന്ത്? അതെ, നമ്മെ ഇത്രത്തോളം സ്നേഹിച്ചു. എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? അവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിന് തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി അനുസരണമുള്ളവനെ തീർന്നു. അവൻ ജീവൻ ക്രൂശിലേൽപ്പിച്ചു തന്നു. അവന്റെ ശരീരത്തെ, ഹല്ലേലൂയ, ആമേൻ, റോമൻ സൈന്യം എന്ന യഹൂദന്മാരും, ഹല്ലേലൂയ, അവന്റെ ശരീരത്തെ, ഹല്ലേലൂയ, കണ്ടാൻ ആളല്ലെന്ന് തോന്നുമാർ അവന്റെ ശരീരത്തെ ഒഴിവ് ചാലുപോലെ കീറി. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. അവന്റെ കൈകാലിൽ കാഞ്ഞിരുമ്പാണി അടിച്ചിറക്കി. ഹല്ലേലൂയ. അവന്റെ മുഖത്ത് തൊപ്പി, അവന്റെ കണ്ണത്തടിച്ചു, ചതിയിൽ നിന്നും ബെൽസെബൂലിൽ നിന്നൊക്കെ പറഞ്ഞവനെ അപമാനിച്ചു. അവന് കുടിപ്പാൻ ചൊറുക്ക കൊടുത്തു. ഹല്ലേലൂയ. അവന്റെ വിലാപ്പുറം കുത്തി തുറന്ന് അവസാനത്തുള്ളി രക്തം ജീവൻ തന്ന് അവൻ നമ്മെ ഇത്രത്തോളം സ്നേഹിച്ചതോർത്താൽ, ഹല്ലേലൂയ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം.
ഇതുപോലെ നിന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ജീവൻ തന്ന് സ്നേഹിച്ചവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. രക്തം ചെയ്യും. മാതാവേ, പിതാവേ, നിനക്ക് ജീവൻ തന്ന് സ്നേഹിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് പകൽ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുക്കാതെ ലോകത്തിന്റെ ചിന്തകൾ കൽപ്പെട്ട് പാപത്തിന് അധീനരായി നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരുത്തുന്നതിന് വീണ്ടെടുത്ത് സ്നേഹത്താൻ തന്നെ നിറയ്ക്കുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ നിന്നോട് യഹോവയുടെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന, നിന്നോട് കരുണ തോന്നുന്ന ദൈവത്തിലേക്ക് നീ മടങ്ങി വരണം. പ്രൈസ് ലോർഡ്. പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം 13 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നീ എന്നെ ആശ്വസിപ്പിക്കുന്നു, നീ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അതെ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിച്ച് ഈ ഭൂമിയിലും വരുവാനുള്ള ദൈവരാജ്യത്തിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല, നീ ഏകനല്ല. നിന്റെ ജീവിതത്തിൽ ഒരുപാട് വിജനമായ അനുഭവം കടന്നു വരും, ഏകാന്തത അനുഭവം കടന്നു വരും, പാഴും ശൂന്യമായ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരും. വലിയ പ്രതിസന്ധികൾ നിനക്ക് മുമ്പേ കടന്നു വന്നാലും നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല. ഒരപ്പന്റെ സ്ഥാനത്ത് നിനക്ക് ദൈവമുണ്ട്, ഒരമ്മയുടെ സ്ഥാനത്ത് നിനക്ക് ദൈവമുണ്ട്, ഒരു മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിനക്ക് ദൈവമുണ്ട്. അല്ലേരി, നിനക്കൊരു ഭർത്താവുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. അല്ലേരിയ, ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യെശയ്യാ പുസ്തകം വായിക്കണം. അവൻ നമ്മുടെ ഭർത്താവ്, നമ്മുടെ കർത്താവ്. അല്ലേരിയ, സ്തോത്രം. അതെ, നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നവൻ. അല്ലേരിയ, എന്നെ മറക്കല്ലേ യേശുനാഥ എന്ന് അല്ലേരിയ ആമൻ പലരും പറയാറുണ്ട്. അല്ലേരി, തേനിനേക്കാളും തേൻകട്ടയേക്കാളും രുചിയേറിയ തേനിലും മധുരമേറിയവൻ. അല്ലേരിയ, അതെ, നമ്മുടെ ദൈവമാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ഈ യേശുവിനെ നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പരാജയമായിരുന്നേ. പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടന്ന്, ശാപത്തിൽ വീണ് കിടന്ന് ദൈവിക ന്യായവിധിയുടെ നടുവിൽ അകപ്പെട്ടു പോയ നീ, നിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യമായി നരകമാണെന്ന് നീ മനസ്സിലാക്കി നീ മടങ്ങി വന്നപ്പോൾ, നിന്നെ സ്നേഹിച്ച് മാറോട് ചേർത്ത് വിളിച്ച് അവന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി വെടിപ്പാക്കി ദൈവരാജ്യത്തിന്റെ മകനായി മകളാക്കി മാറ്റി അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന് അവനാൽ നിന്നെ നിറച്ച് സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും ദൈവം നിന്നെ നിറച്ചതോർത്താൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം കേട്ടോ. നിനക്ക് തരുന്ന ഓരോ സൗഖ്യം ഓർക്കുമ്പോഴും നീ ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് തരുന്ന ഓരോ നന്മയ്ക്കും ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതായത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ദാവീദിന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാൻ കഴിയത്തില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കുവാൻ ദാവീദിന് കഴിയത്തില്ലാത്തതുകൊണ്ട് അവൻ പറഞ്ഞു, വാർത്തിനെ നീ ഓർക്കേണ്ടവൻ അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടവൻ എന്തുമാത്രം. ഇപ്പൊ ഇത് കുടിലിൽ നിന്ന് മാറി കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞ പോലെ ദാവീദ് വനത്തിൽ മാറിയപ്പോൾ കൊട്ടാരത്തിനെ മാർക്കുന്നത്. അല്ലേരിയ, തനിക്ക് കൊട്ടാരമുണ്ട്, പ്രജകളുണ്ട്. അല്ലേരിയ, എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. അതെ, സ്തോത്രം. ഈ ഭൂമിയിൽ നീ ഞാൻ ജീവിക്കുമ്പോൾ കുടിലാണ് താമസിക്കുന്ന കുടിൽ ജീവിതത്തെ മാറ്റി നിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അങ്ങനെ വിശ്വസിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. വിശ്വാസമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം കേട്ടോ. അതുകൊണ്ട് എബ്രായലേഖനം 11:1 എഴുതി വെച്ചത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അതേ സ്നേഹിത, നിന്റെ വിശ്വാസം നിന്നെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നതാണ്. അതേത് വിശ്വാസമാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസം. എല്ലാ വിശ്വാസവും അല്ല, കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. രക്തം ചെയ്യും. പാപഭംഗിരമായ ജീവിതത്തെ നീ മാറ്റിക്കളഞ്ഞിട്ട്, ഈ ലോകസുഖങ്ങളെ മാറ്റിക്കളഞ്ഞ്, ലോകമോഹങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട്, ജഡത്തിന്റെ ഇഷ്ടത്തിന്റെ സന്നിധിയുള്ളാതെ കർത്താവിന്റെ വചനമനുസരിച്ച്, അവന്റെ ആജ്ഞയനുസരിച്ച് ജീവിക്കാൻ നീ എപ്പോൾ തയ്യാറാക്കുന്നോ, അവിടെ നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി നിന്നെ ശ്രേഷ്ഠമായി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും. ലേരിയ, നിന്റെ യൗവനത്തെയൊക്കെ പുതുക്കാൻ കർത്താവിന് കഴിയും. ലേരിയ എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് 100 വയസ്സിനും മകനില്ല, വാഗ്ദത്തമുണ്ട്, മകനില്ല. സാറയ്ക്ക് 90 വയസ്സിനും മകനില്ല, വാഗ്ദത്തമുണ്ട്. പക്ഷേ ഒരു യൗവനക്കാരൻ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കോണം വായിക്കൊണ്ട് നന്മ പുതുക്കി വരുന്നുണ്ട്. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്ന സംഗീതം 103 വായിക്കുന്ന പോലെ 100ാമത്തെ വയസ്സിലും അബ്രഹാമിന്റെ യൗവനത്തെ പുതുക്കിക്കൊടുത്ത് അബ്രഹാമിന്റെ വാർദ്ധക്യത്തെ യൗവനത്തിലേക്ക് കൊണ്ടുവന്നു, യൗവനക്കാരന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന.
എൻ്റെ ഓരോ കഴുകനെ പോലെ അല്ലേ എന്ന് പറഞ്ഞാൽ ആ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? വാഗ്ദത്തം ഇസ്ഹാക്കിനെ കൊടുത്തു. അല്ലേ വായിക്ക് നന്മ കൊണ്ട് പിന്നെ വായിക്ക് നന്മ ദൈവം കൊടുത്ത ഉപകാരങ്ങൾ ഓർത്ത് പിന്നെ അബ്രഹാം ദൈവത്തെ അങ്ങോട്ട് സ്തുതിച്ചു കാണും. സാറ ദൈവത്തെ സ്തുതിച്ചു കാണും. യൗവന കഴുകനെ പോലെ പുതുക്കി വരക്കുക. കഴുകൻ ഭൂമിയിൽ വന്ന് ഇരപിടിച്ച് തിന്ന് 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 എന്ത് ചെയ്യും? കൊഴുപ്പ് കയറി വലിയ ഭാരമാകും. വലിയ ഭാരമായി കഴിഞ്ഞ് ഈ കഴുകന് പിന്നെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയാതെ വരും. എന്തേ കയറി മുറ്റി പിന്നെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? കഴുകൻ ഭൂമിയിലെ വാസമൊക്കെ വിട്ടിട്ട് ഉയരങ്ങളിലേക്ക് പാറയുടെ മലമുകളിലേക്ക് വലിയ മുകളിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നതിന്റെ ശരീരത്തിന്റെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ചു കളയും. തൻ്റെ കാലിലെ നഖങ്ങളെല്ലാം കൊത്തിപ്പറിച്ചു കളയും. ആമിലെല്ലാം ആ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കഴുകൻ ആഹാരം കിട്ടാതെ വേദന കൊണ്ട് നഖവും പോയി, തൂവലുകളെല്ലാം പോയി വേദന കൊണ്ട്. അങ്ങനെ ആ കഴുകൻ ചില നാളുകൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ആ കഴുകന്റെ തൂവലുകൾ കിളുക്കാൻ തുടങ്ങും. പുതിയ തൂവലുകൾ വരും, പുതിയ നഖം വരും. അപ്പൊ ആ കഴുകന്റെ യൗവനം പുതുക്കി വന്നതുപോലെ സ്തോത്രം നൽകിയ അബ്രഹാമിന്റെ 100ാമത്തെ വയസ്സ്, ചുളുങ്ങിയ ശരീരം, ഒട്ടിയ കവൾ, കുഴിഞ്ഞ കണ്ണുകൾ, അല്ലേലിയ ഒരുപക്ഷെ പല്ലൊക്കെ പോയി കാണും. അല്ലേലിയ അറിയില്ല, ഞാൻ എൻ്റെ ചിന്തയിലങ്ങ് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നത്തെ 100 വയസ്സിൽ കാണുന്ന ഒരു മനുഷ്യനെ പോലെ അബ്രഹാം അതേ അവസ്ഥയിലായി. ഇന്ന് 90 വയസ്സിലുള്ള സഹോദരിയെ കാണുന്ന പോലെ സാറ അതേ അനുഭവത്തിലായി. അവിടെയാണ് നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തവളെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്ന ഈ കഴുകൻ പുതിയതായിട്ട് പുതിയ തൂവല് വന്ന് പുതിയ നഖം വന്ന് പറന്നുയരുന്നത് പോലെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്തു കഴിഞ്ഞ് അബ്രഹാമും പറഞ്ഞു കാരണം നീ മർത്തിനെ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കാൻ അവൻ എന്തുമാത്രം അബ്രഹാമും പറഞ്ഞു കാണും കേട്ടോ. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നിനക്ക് പറയാൻ കഴിയുമോ? ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് പിതാക്കന്മാരോട് കാണിച്ച കൃപ അവരിലൂടെ നമ്മൾ അനുഭവിക്കുന്ന അബ്രഹാമിന്റെ നന്മയെ ഓർത്താൽ ഹല്ലേലൂയ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? രക്തം ചെയ്യും നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ രക്തം ചെയ്യും. ഞാൻ പറയട്ടെ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നവനാ. കാരണമുണ്ട്. എൻ്റെ താഴ്ചലിനെ ഓർത്തവൻ ദൈവമാ. മരണം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും മരണത്തിന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മരിച്ചു എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. മരിച്ചു എന്ന് പറഞ്ഞ് റോഡിൽ തല്ലിയിട്ടിട്ട് എൻ്റെ ചുറ്റും കല്ല് പെറുക്കി വെച്ച് മണിക്കൂറുകൾ വെയിലും മഴയും കൊണ്ട് കിടന്ന സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥാനത്ത് പോലും ദൈവം എന്നെ മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ മടക്കിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ തിരുവെഴുത്തുകളെ എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരുത്തി എൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി വചനം പ്രസംഗിപ്പാൻ എന്നെ ദൈവം യോഗ്യനാർത്ഥം ആക്കിയപ്പോൾ ഞാനും ഈ അബ്രഹാമിനെ പോലെ ദാവീദിനെ പോലെ ചോദിക്കുക, മർത്തിനെ നീ ഓർക്കാൻ അവൻ എന്തുമാത്രം, മനുഷ്യപുത്രനെ സന്ദർശിപ്പാൻ എന്തുമാത്രം. അതെ, ദൈവം ചെയ്ത ഉപകാരങ്ങളാണ് പ്രിയരെ പ്രസംഗിക്കുന്നത്. രക്തം ചെയ്യും. അത് ജീവിതത്തിൽ ഇന്ന് ഒരുപാട് ക്ലേശങ്ങളാ, ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളാ. എങ്കിൽ പോലും ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് എനിക്കൊരു മടിയുമില്ല. കാരണം എന്നെ നിർത്തിയതവനാ, എന്നെ നടത്തിയതവനാ, എന്നെ കൊണ്ടുവന്നവനാ, എന്നെ കരുതിയതിൻ്റെ യേശുവാ, എനിക്ക് ജീവൻ തന്ന യേശുവാ, നിത്യജീവൻ തന്ന യേശുവാ, പ്രത്യാശ തന്ന സ്നേഹം തന്ന യേശുവാ, സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തന്നിരിക്കുക, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്ന ദൈവമാ. എനിക്ക് ഇതിന് ശ്വാസം നൽകുന്ന ദൈവമാണ്, എനിക്ക് ആരോഗ്യം നൽകുന്ന ദൈവമാണ്, രോഗത്തിന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ നന്മകൾക്കെല്ലാം കാരണം എനിക്ക് എന്തെല്ലാം നന്മയുണ്ടോ ഹല്ലേലൂയ, അതെല്ലാം കാരണം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ കേൾക്കാൻ ഞാൻ ഈ വീട്ടിൽ കൊട്ടാരത്തിലും താമസിച്ചു. വാടക വീട്ടിൽ 25 വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും ഞാൻ ദൈവത്തോടെ നീ മർത്തിനെ ഓർക്കേണ്ടതിന് എന്തുമാത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പരാതികളില്ല ദൈവത്തോട്. കാരണം ആമൻ പണ്ടേ അല്ലെങ്കിൽ ഒരു പിടി മണ്ണായി മാറാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പണ്ടേ ഒരു പിടി മണ്ണിന് വേണ്ടി ഒരു പിടി മണ്ണായി ഈ ഭൂമിയോട് അലിഞ്ഞു ചേരേണ്ട സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്രമാത്രം ലോകപ്രകാരം ജീവിച്ച് എന്നെ വിളിച്ച് വേർതിരിച്ചലറിയാൻ കർത്താവിൻ്റെ വചനമായി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുക. നിന്റെ ജീവിതത്തെ നീ ചിന്തിച്ചു നോക്കിയായിട്ട് ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, മദ്യപാനത്തിനടിമയായി, ലഹരിക്കടിമയായി, ലോകത്തിന്റെ വെറുക്കൂത്തുകൾക്ക് നീ വിധേയപ്പെട്ട് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ
അല്ലെങ്കിൽ ശാപത്തിൻ കീഴിലാണോ നീ ജീവിക്കുന്നത്? ഇന്ന് പകൽ നീ മടങ്ങി വന്ന് യേശുവിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ, നിന്റെ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ, ചേട്ടത്തിക നിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് നീ ദൈവത്തിന് വേണ്ടി നീ ഒന്ന് വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സ്ഥിതികൾക്കെല്ലാം ദൈവം ഒരു മാറ്റം തരും. പ്രൈസ്. നിന്റെ താഴ്ച ദൈവത്തിനെ ഉയർത്തും. കടക്കണികളെ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. പ്രതിസന്ധികളെ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. രോഗത്തെ ദൈവം മാറ്റിത്തരും. യേശുവിനെ നീ വിശ്വസിക്കണം. കർത്താവിലേക്ക് വരണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഈ ബാങ്കിലെ പാസ്ബുക്ക് ഇങ്ങോട്ട് മേടിച്ചിട്ടെ അതിനകത്ത് സീൽ വെച്ച് തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്ബുക്ക് മേടിച്ച് ഞാൻ സീൽ അങ്ങോട്ട് വെച്ച് തന്നിട്ട് നിങ്ങളുടെ കടം തീരിയെന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലെ ലോണും എഴുതി തള്ളി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ യേശുവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ, നീ പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ മകനായി മകളായി മാറിക്കഴിയുമ്പോൾ, നിനക്കുള്ള ബാധ്യതകളെല്ലാം പരിഹരിക്കത്തക്ക നിലയിൽ ദൈവം നിനക്ക് വേണ്ടി പുതുവഴി തുറക്കും. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്ന് സാജനത്തിന് മുമ്പിൽ മറുകര കടക്കാൻ കഴിയാതെ ഒരു ചെങ്കടൽ നിൽക്കുകയാണ്. അവർ പുറകോട്ട് നോക്കിയപ്പം ഫറവോന് സൈന്യം ഇരുമ്പുരഥങ്ങളിൽ അല്ലിയ വലിയ മേളത്തോടെ ഒച്ചലിയ കുതിരക്കുളപ്പടി ശബ്ദത്തോടെ ഇരുമ്പുരഥങ്ങൾ ഓടുന്ന ശബ്ദം കേട്ട് സാഗരത്തിന്റെ കാതടപ്പിക്കുന്ന ഹൃദയത്തിനകത്ത് ഭീതി കൊണ്ട ഒരു അനുഭവമുണ്ട്. മുമ്പോട്ട് ചാടാൻ കഴിയില്ല. ചെങ്കടൽ നിൽക്കി എങ്ങനെ ചാടും? ഹല്ലേലൂയ. പക്ഷേ അവിടെ മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ട് മോശേ. മോശ തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് ചിറ പോലെ നിർത്തി. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഹല്ലേലൂയ സകല ജനങ്ങളും ഉണങ്ങിയ നിലത്തൂടെ മറുകര കടന്നു. അവൻ ചെങ്കടൽ പെരുവഴി ഒരുക്കുന്നവൻ. അതേ സ്നേഹിത, നീ ഏത് വിഷയത്തിന്റെ ഭാരപ്പെടുന്നു, ഏത് പ്രശ്നത്തിൽ നീ ഭാരപ്പെടുന്നു, നീ യേശു വേണ്ടി നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് വേണ്ടി പുതു വഴികളെ തുറന്നു തന്ന നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശത്രുവിന് വിട്ടുകൊടുക്കില്ല, ഫറവോന് ശക്തിക്ക് വിട്ടുകൊടുക്കില്ല, ലോകത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, പിശാചിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ നന്മയെ അപഹരിക്കാൻ കടന്നു വരുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുന്നവനാണ്. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ജീവനം കേൾക്കുന്നതിനോട് പറയട്ടെ, കടക്കടി കൊണ്ട് ഭാരം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ ലോൺ എടുത്ത് തിരിച്ചറിഞ്ഞ ജപ്തി നടപടി നേരിടുന്ന അനവധി ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവരോടെല്ലാമായിട്ട് ഞാൻ പറയട്ടെ, നീ യേശുവിന്റെ സമയം ഏൽപ്പിച്ചു കൊടുക്കുക, യേശുവിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾക്കൊരു മാറ്റം തരാൻ ദൈവത്തിന് കഴിയുമെന്ന്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരുമെന്ന ദൈവവചനം കേട്ടോ. ഹല്ലേലൂയ. അതെ, അവൻ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് സകല സാഹചര്യങ്ങളിലും നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ സകല സാഹചര്യങ്ങളിലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ കുറ്റം പറയുമ്പോൾ, നീ നുണ പറയുമ്പോൾ, നീ കള്ള് കുടിക്കുമ്പോൾ, നീ വ്യഭിചരിക്കുമ്പോൾ, നീ പിടിച്ചു പറിക്കുമ്പോൾ, നീ മോഷ്ടിക്കുമ്പോൾ, നീ ആമയലെ കുരുക്ക് വെക്കുമ്പോൾ, നീ കെടിയൊരുക്കുമ്പോൾ, മറ്റുള്ളവന്റെ നന്മ അപഹരിക്കുമ്പോൾ, മറ്റുള്ളവനെ ഉപദ്രവിക്കുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സ്നേഹം നീ തിരിച്ചറിയുന്നില്ല. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് മടങ്ങി വന്ന് നിന്റെ പഴയ സ്വഭാവത്തെ മാറ്റി കൊടുക്കുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ പൂർണ്ണത നീ അനുഭവിക്കുന്നത്. ദൈവം നമുക്കൊരു സമയം തരും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 പത്രോസ് ലേഖനം 3-ാമധ്യായത്തിലേക്ക് വരുമ്പോൾ ആരും നശിച്ചു പോകാതിരിപ്പാൻ എല്ലാവരും ഹല്ലേലൂയ മാനസാന്തരപ്പെടാൻ അവൻ ഇച്ഛിച്ചു ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. നീ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് ദൈവമായിരുന്നവൻ, വചനമായിരുന്നവൻ ജഡരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. രക്തം ചെയ്യും. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളുടെ കടന്നുപോയ അനവധി ആളുകളുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടവരുണ്ട്. ഡോക്ടർമാർ വിധിയെഴുതി ഇനി നിനക്ക് ജീവനില്ല, ജീവിക്കത്തില്ല. ബന്ധുമിത്രാദികളൊക്കെ വിളിച്ച് വിവരം പറഞ്ഞു. ഹല്ലേലൂയ. മരണമണി നിന്റെ കാതുകൾ കേട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു ശവക്കൂടി റെഡിയായി. നിനക്ക് വേണ്ടി ശവപ്പെട്ടി കടക്കാരൻ പെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് മുന്നമേൽ. അതെല്ലാം നിന്റെ കണ്ണുകൾ കൊണ്ട്, നിന്റെ കാതുകൾ കൊണ്ട് നീ കേട്ട് മരണം എന്നെ കാർന്നെടുത്തു എന്ന് ചിന്തിച്ച സമയമില്ലേ ശ്രോതാവ്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
എന്നാൽ അവിടെ നിന്ന് നിനക്കൊരു ജീവിതം മടക്കി തന്ന് ഈ സുഖാരോഗ്യവാനായി ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നന്മയാകട്ടോ. ഈശ്വരോ ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ. ആമീൻ. ശൗലിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ശൗൽ എന്ന് പറയുന്ന ആ വ്യക്തി ദാവീദിനെ പലപ്പോഴും കൊല്ലുവാൻ വേണ്ടി ചുവറ്റോട് ചേർത്ത് കുന്തം തറച്ച സമയങ്ങളുണ്ട്. അവിടെ എല്ലാം ദൈവം പിടിവിച്ചു. ദാവീദിനെ തന്റെ മകനായിരിക്കുന്ന അബ്ശലോം പടപൊരി. ഹല്ലേലൂയ. തോബേക്കും അഹിതോബേനും അടക്കം അടക്കമുള്ള ദാവീദിനെതിരായി മാറി. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളുടെ പട്ടിക ഒന്നിനു പുറകെ ഒന്നായി പറയുവാൻ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. എന്നാലും ദാവീദിനെ തകർത്ത് കളയുവാൻ ശത്രുവിനെ വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ദാവീദിനെ പിന്നത്തേതിൽ ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ കൊണ്ടിരുത്തി ഇസ്രായേലിന്റെ രാജാവായി യഹൂദ രാജാവ് ദാവീദ് 40 വർഷം 6 മാസം ഭരിച്ചെന്നുള്ളതാണ്. നമ്മുടെ ദൈവം വിശ്വസനല്ലേ? അത് നിനക്ക് ദീർഘായുസ് കൂട്ടിത്തരുന്നവനാ, നിന്റെ നന്മകളെ പുതുക്കി തരുന്നവനാ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന തലമുറയെ അനുഗ്രഹിക്കുന്നവനാ യേശു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ യേശുവിലേക്ക് വരണം കേട്ടോ. നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കാൻ, ലോകത്തിന് കൊടുക്കരുത്. ഇന്നെങ്ങനെ സ്തോത്രം. ഇന്ന് ഈ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ തത്രപ്പാട് വിടുകയാണ്. ഇത് കഴിഞ്ഞിടെ കണ്ടില്ല, ഒരു റീൽസ് എടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ കണ്ടതാ. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കുത്തിമറിഞ്ഞൊഴുകി വരുന്ന വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി നിന്നിട്ട് തിന്നുന്ന പാറക്കൂട്ടത്തിനകത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആ പെണ്ണ് വിളിച്ച്, അമ്മയെ എന്റെ ഫോട്ടോ എടുത്തോളും, റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ സാഹസ്യം കാണിക്കുക. ആ സാഹസ്യത്തിന് വേണ്ടി മുതിർന്ന ആ കുട്ടി ഹല്ലേലൂയ വെള്ളത്തിലേക്ക് പായൽ പിടിച്ചു കിടക്കുന്ന പാറക്കല്ലുകളിലേക്ക് ഇറങ്ങുന്ന റീൽസ് എടുക്കുന്നതിൽ അമ്മ ഫോട്ടോ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഈ പെണ്ണിന്റെ കാൽ വഴുതിപ്പോയി. അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ച നീ കണ്ടില്ലേ? നിനക്കൊരു മുന്നറിയിപ്പാ. റീൽസ് എടുക്കാൻ നീ പല സാഹസ്യം കാണിക്കുമ്പോൾ നീ ഓർത്തോണം, ഈ പെൺകുട്ടി പിന്നത്തെ വെള്ളത്തിൽ മുങ്ങിച്ചത്തന. ഹല്ലേലൂയ. ഓർത്ത് നോക്കിയാട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല, ദൈവത്തെ സ്തുതിക്കാൻ സമയമില്ല. റീൽസ് എടുക്കാൻ വേണ്ടി ഏത് സാഹസ്യതയും ചെയ്യുവാൻ, ഏത് കഷ്ടം സഹിപ്പാൻ, ഏത് തന്ത്രങ്ങൾ ചെയ്യുവാനും മനുഷ്യൻ തയ്യാറായിരിക്കുക. ദൈവത്തെ അറിയാൻ സമയമില്ല, ദൈവത്തെ സ്തുതിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് ദാവീദൊക്കെ ആ കാലഘട്ടത്തിന്റെ റീൽസ് ഒക്കെ എടുത്തൊന്ന് ഹല്ലേലൂയ ഈ മൊബൈലൊക്കെ ഒന്ന് ഇടുമായിരുന്നെങ്കിൽ ഇന്ന് നമുക്കൊന്നും ഒരു സാധനം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ പാവം ദാവീദിന് അന്ന് മൊബൈൽ ഇല്ലാതായിപ്പോയി. ഹല്ലേലൂയ. പാവം ദാവീദിന് മൊബൈൽ ഇല്ലാതായിപ്പോയി. അന്ന് പുള്ളിക്ക് ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങളോ കണക്ഷനൊന്നുമില്ല. ഇന്നത് പെരുകി. ഇപ്പം മനുഷ്യന് അഹങ്കാരം കൂടി, മൊബൈല് പെരുകി. എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈൽ വന്ന് എല്ലാവർക്കും കണക്ഷൻ വന്നു. ഒന്നിലധികം കണക്ഷൻ ഇഷ്ടം പോലെ റീചാർജ് ചെയ്യാൻ പൈസ. മനുഷ്യൻ നല്ല ഈ ലോകത്തിന്റെ വെറുപ്പൂത്തിനകത്ത് കൂത്തുകാഴ്ചകൾക്കകപ്പെട്ട് ദൈവത്തെ മറന്നുപോയത് കൊണ്ട് അവന് ദൈവത്തെ സ്തുതിക്കുവാൻ അവസരമില്ല. ലോകപ്രകാരം മനുഷ്യൻ നീങ്ങി പാദം പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് ദാവീദിനെ പോലെ നിന്നെ താഴ്ത്തി കൊടുക്കല്ലേ, നിന്റെ ജീവൻ അപകടത്തിലാണ്. ഹല്ലേലൂയ. അങ്ങനെ റീൽസ് എടുക്കാൻ വേണ്ടി ഒരു എത്രയോ പേര് അപകടത്തിൽ മരിച്ചു പോയല്ലേ? അതെ, നമ്മളെ സമയം ലോകത്തിന് വിട്ടുകൊടുക്കുന്നത് ഇവിടുത്തെ വെറുപ്പൂത്തുകൾക്ക്. അല്ലേ? യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്ന് റോമാലേഖനം 13:11 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിനെ നീ ധരിക്കണം, ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. എന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കും. പാപത്തിന് വിട്ടുകൊടുക്കാതെ, സാത്താന് വിട്ടുകൊടുക്കാതെ, ഇവിടുത്തെ ലോകമോഹങ്ങൾക്ക് നിന്നെ സമർപ്പിച്ചു കൊടുക്കാതെ, എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ, എന്നെ കേൾക്കുന്ന മാതാവ്, എന്നെ കേൾക്കുന്ന യുവാക്കന്മാരെ, നീ ദൈവത്തിലേക്ക് കടന്നു പോവാ. ഹല്ലേലൂയ. നമ്മൾ കർത്താവുമായിട്ട് ബന്ധം. ഈ മതം എന്ന് പറയുന്ന വിഷമൊന്നും നിന്റെ ഉള്ളിൽ കയറരുത്. രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷം, മതം എന്ന് പറയുന്ന വിഷയം, ഇവിടുത്തെ മദ്യം, ലഹരി, ഇങ്ങനെയുള്ള വിഷങ്ങളൊന്നും കയറരുത്. ഈ ലഹരി ഇവിടെ നമ്മൾ കുടിക്കുന്ന കള്ളിനേക്കാളും, ഇവിടെ കളിക്കുന്ന ലഹരിയും കള്ളും അങ്ങനെയുള്ള അതിനുള്ള സാധനങ്ങളെക്കാളും ഇവിടുത്തെ മയക്കുമരുന്ന്, അതുപോലെ MDMA വിഷമരുന്നാണ് ഇവിടുത്തെ മതം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും വലിയ ഈ മയക്കുമരുന്ന് MDMA, സിന്തറ്റിക് സ്റ്റാർട്ട്, അതുപോലെ അടക്കമുള്ള അനുബന്ധ സാധനങ്ങളെ കുറിച്ച് നമ്മൾ മാരകമായ മയക്കുമരുന്ന് പറയുന്നത്. പക്ഷെ ഈ മാരകമായ മയക്കുമരുന്നേക്കാൾ ഏറ്റവും മാരകമായ വിഷമാണ് മതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ മതങ്ങളെ നോക്കി പഠിക്കുന്നേ. ഹല്ലേലൂയ. മതം എന്ന് പറയുന്ന വിഷയം, രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷയം,
ഹല്ലേലൂയ. ഇവിടുത്തെ ജടികമായ ജീവിത സാഹചര്യമാകുന്ന അണലി വിഷം പോലെയുള്ള വിഷസർപ്പങ്ങൾക്ക് നീ വിധേയപ്പെട്ടു കൊടുക്കരുതെന്ന്. ഹല്ലേലൂയ. നിന്റെ ജീവിതം യേശുവിന് വിട്ടുകൊടുക്ക. നിന്റെ ജീവിതം, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ യേശുവിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ തലമുറയെ ദൈവസന്നിധി വിട്ട് അവരെ ദൈവവചനം പഠിപ്പിക്കുക. അവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവനാ, ഭൂമിയിലേക്ക് വന്നതാ. കുഞ്ഞെ, നിന്റെ പാപത്തിന് യേശു ക്രൂശിൽ മരിച്ചു. അവനാണ് നിനക്ക് ജീവൻ തന്നത്. അവന്റെ രക്തമാണ് നിന്റെ പാപത്തിന്റെ കറകളെ പോക്കിയത്. യേശുവാണ് നിനക്ക് നിത്യജീവൻ നൽകുന്നത്. യേശുക്രിസ്തു മാത്രമാണ് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ എന്ന് നിന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. റീൽസ് കണ്ടുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരെയും മൊബൈല. സ്തോത്രം. നമ്മൾ കണ്ടിട്ടില്ലേ, സ്കൂളുകളിൽ പഠിപ്പിക്കാൻ അവർക്ക് സമയമില്ല. ഇപ്പം നോക്കി നമ്മുടെ വഴിയിൽ നിൽക്കുന്ന നമ്മുടെ ക്രമസമാധാന പാലകന രംഗത്ത് നിൽക്കുന്ന പോലീസുകാർ പോലും ട്രാഫിക്കിന്റെ നടുവിൽ ഈ 4 കൂടുന്ന കവലയിലും 3 കൂടുന്ന കവലയിലൊക്കെ അനവധി പോലീസുകാരൊക്കെ നിർത്തണം. അവർക്കൊന്നും എതിരെ വരുന്ന വണ്ടികളൊന്നും നോക്കാൻ സമയമില്ല. അവരെല്ലാം ഈ മൊബൈലില് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇതെല്ലാം ചെയ്യുന്നത് റീൽസ്. നീ ദൈവത്തോട് അടുക്കണം. അല്ലെങ്കിൽ അപകടം നിന്റെ മുമ്പിൽ പതിയിരിക്കുന്നുണ്ട്. അപകടം നിന്റെ മുമ്പിൽ പതിയിരിക്കും. ആണലി വിഷം പോലെ തുപ്പുന്ന ആണലി, ആണലിക്ക് സമാനമായ ചില വിഷസർപ്പങ്ങൾ നിനക്ക് മുമ്പിൽ പതിയിരിപ്പുണ്ട്. നിന്നെ കെണിയിൽ അകപ്പെടുത്തുവാൻ, നിന്നെ വകവരുത്തുവാൻ. ഹല്ലേലൂയ. നീ അതിലേക്ക് വീണ് പോകരുത്. ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ നിന്റെ ഈ പ്രായത്തിനനുസരിച്ച് നീ എത്ര വയസ്സിനാണ് നിൽക്കുന്ന ആ പ്രായം അനുസരിച്ച് നീ ദൈവത്തോട് പറയാവി. നീ വലിയ മാർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം മനുഷ്യപുത്രനെ സന്ദർശിച്ച് അവൻ എന്തുമാത്രമെന്ന് നീ ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. നിന്നെ പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ ദൈവം അനുവദിച്ചത്, നിന്റെ കണ്ണു തുറക്കും ദൈവം അവസരം, ശ്വസിക്കുവാൻ ശ്വാസം ദൈവമാണ്. നിന്റെ കണ്ണുകൾക്ക് രാവിലെ സൂര്യപ്രകാശം തന്നത് ദൈവമാണ്. സ്വാഭാവി രാവിലെ നിന്റെ 2 കൈകൾ കൊണ്ട് നിനക്കെടുത്ത് ചായ കുടിക്കുവാൻ നിന്റെ കൈകൾക്ക് ബലം തന്നത്, നിന്റെ വിരലുകളെ ബലപ്പെടുത്തി ദൈവമാ. നിന്റെ കണ്ണുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കിക്കാണാൻ വേണ്ടി നിന്റെ കണ്ണിന് കാഴ്ച തന്നത് ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. ജീവനുള്ളവനായി നീ എഴുന്നേറ്റ് വന്നത് യേശു മുഖാന്തരമാ. അതുകൊണ്ട് നീ ദൈവത്തോട് പറയണം, നീ മർത്തിനെ നീ ഓർക്കേണ്ട. അവൻ എന്ത് മനുഷ്യപുത്രനെ സംബന്ധിച്ച് അവൻ എന്തുമാത്രം ദൈവം ചെയ്ത ഉപകാരങ്ങളോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. തെക്കിനോടും വടക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറിനോടും നീ നമസ്കരിക്കാതെ അതിനെ നീ ദൈവമായിട്ട് കാണാതെ, ദൈവത്തിന്റെ സൃഷ്ടികൾക്കല്ല ദൈവത്തെ കൊടുക്കേണ്ട, സൃഷ്ടമായി ദൈവത്തെ നീ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുവിനെ എത്തിച്ചു കൊടുക്കുക. അതുകൊണ്ട് കർത്താവ് സകല സാഹചര്യങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു. പല സന്ദർഭങ്ങളിൽ അവനെ നിസ്സാരമായി നിങ്ങൾ തള്ളിക്കളയുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പല സാഹചര്യങ്ങളും കർത്താവിനെ തള്ളിക്കളയുന്നുണ്ട്. കർത്താവിനെ തള്ളിക്കളയും. എങ്കിലും അവൻ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കില്ലെന്ന്. എബ്രായ ലേഖനത്തിലേക്ക് വരും 13-ാം വാക്യം, 13-ാമത്തെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വരും വായിക്കുന്നു, അല്ല നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അറിയിച്ചിരിക്കുന്നു. അതെ, നിന്നെ ഒരു നാളും കൈവിടാതെ, ഒരു നാൾ ഉപേക്ഷിച്ചു വിടാതെ, ഹല്ലേലൂയ, നിന്നെ കാത്തു പരിപാലിക്കുന്ന യേശുവ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ദിവ്യാഗ്രഹം വിട്ട്, ദിവ്യാഗ്രഹ ചിന്ത വിട്ട്, ദിവ്യാഗ്രഹ മോഹം വിട്ട് ദൈവത്തിലേക്ക് മടങ്ങണം. ദിവ്യാഗ്രഹ സകലവിധ ദോഷത്തിന് മൂലമല്ലോ എന്ന് 1 തീമോഥെയോസ് ലേഖനം 6:10 കിടപ്പുണ്ട്. അതുകൊണ്ട് നിന്നെ കൈവിട്ട് കളയാതിന്റെ മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ സ്നേഹചുംബനത്താൽ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് ശ്രോതാവി. അതുകൊണ്ട് നീ യേശുവിലേക്ക് മടങ്ങുവാ. രക്തം ചെയ്യാം. നമുക്ക് യേശു അല്ലാതെ ഈ ഭൂമിയിൽ സ്വത്തില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? യേശുവാ. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? യേശുവിനെ അറിഞ്ഞതാ. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാ എന്നുള്ളതാണ്. ഹല്ലേലൂയ. മുമ്പ് നമ്മൾ പിശാചെന്ന് പറയുന്ന പിതാവിന്റെ മക്കളായിരുന്നു. അന്ന് പാപമായിരുന്നു ജീവിതത്തിൽ. എന്നാൽ പിശാചെന്ന് പറയുന്ന പിതാവിന്റെ നമ്മെ ദൈവം വേർതിരിച്ച് ദൈവരാജ്യത്തിൽ പിതാവിന്ന് വിളിക്കുന്ന പുത്രനാത്മാവിനെ നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് യേശുവിനോട് ലഭിക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമ്മുടെ നിത്യതയാണ്, നിത്യജീവനാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമ്മുടെ രക്ഷയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ദാവീദ് പറയുക, മർത്തിനെ ഓർക്കുകയുടെ അലരി അവരെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കണം എന്തുമാത്രം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജീവിതം നിരാശയുടെ നടിയുള്ള സ്വഭാവി.
എന്നെ കേൾക്കുന്ന സഹോദരി സങ്കടത്തിലാണോ? കുടുംബജീവിതം തകർന്ന ചിഹ്നഭിന്നമായി ഡിവോഴ്സിന്റെ വക്കിലാണോ? കോടതിയിൽ കേസ് കിടക്കുകയാണോ? തലമുറയില്ലാതെ നീ ഭാരപ്പെടുക, ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ? കടക്കണിയാൽ നീ ഭാരപ്പെടുകയാണോ? നിന്ദിക്കപ്പെട്ട അപമാനിക്കുന്ന നീ ഒറ്റപ്പെട്ട അനുഭവമാണോ? അവന്റെ നേരെ തള്ളിക്കളഞ്ഞ അനുഭവമാണോ? സമൂഹത്തിൽ നിന്നോട് വെറുപ്പ് കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലായിടത്തും നീ നിരാശയായ വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ ദൈവം നിന്നെ മാനിച്ചുയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ശിരരോടൊക്കെ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദാവീദ് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. 8-ാം സംഗീതം 4-ാം വാക്യം, മർത്തിനെ നീ ഓർക്കേണ്ടവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കണവനെന്ത് മാത്രം. നിനക്കൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ, ഇത്രമാത്രം കരുതാൻ ഞാൻ എന്താണുള്ളത്? അല്ലെങ്കിൽ എനിക്ക് എന്താണുള്ളത്? എന്റെ പുകഴ്ചകളൊന്നും അങ്ങ് ആഗ്രഹിക്കുന്നില്ല. എല്ലാം അങ്ങ് തന്നതാണ്. അതിലെല്ലാം മഹത്വം അങ്ങേക്കാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദാവീദിനെ പോലെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ സഹോദര സഹോദരി? അതിന് കഴിയുമെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ അത്ഭുതം ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടി ജന തലമുറ എണ്ണത്തിൽപ്പെട്ട ലോക രാജ്യങ്ങളില് 800 കോടി ജനങ്ങൾ, തലമുറ 7 ഭൂഖണ്ഡങ്ങളായിരിക്കുന്ന ജനത്തെ അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, കർത്താവേ, ശോധന, ക്രമസമാധാന പാലകരെ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനത്തെയും കരസേന, വ്യോമസ്നാവി, സൈനിക കാക്കുന്ന ക്രമസമാധാന പാലകരെ, ജുഡീഷ്യറി, കർത്താവേ, സെക്ഷനുകൾ, ഇടക്രാമി, പോലീസ്, ഇലക്ട്രിസിറ്റി, ഫോറസ്റ്റ്, ഫയർഫോഴ്സ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കടലിലും കരയിലും ആകാശമാർഗം വാഹനം സെയിൽസ് ചെയ്യുന്നവർ, കർത്താവേ, കടൽ ഓരോ മാസം തീരദേശം മത്സ്യം ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, സകലമേഖല, പുതുമേഖലയ്ക്ക് വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ക്ഷീരമേഖല, കാർഷിക മേഖലയിൽ ചെറു വലുവന്റെ വ്യാപാരി, വ്യവസായം, കരികളും കാമ്പിലും ഫാക്കിലും ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്തെല്ലാം ഹെവി വാഹനം ഓടിക്കുന്നവരെയും കർത്താവേ, ആമേ, സ്തോത്രം. കർത്താവേ, എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പാടത്തും പറമ്പിലും കൂടിയും കല്ലൂടും മണ്ണൂടും പണിയെടുത്ത് പടവെട്ടുന്ന ആമേ, ചോര വീർപ്പാക്കി അധ്വാനിക്കുന്ന അനവധി ആളുകൾ, കർത്താവിനെ ദൈവം മരണക്കിടക്കിലായി, രോഗികളായി, മദ്യപാനികൾ, വെറുക്കുത്തുകാർ, ദുർനടപ്പുകാർ, കർത്താവി, ദിവ്യാഗ്രികൾ, ആമെ, വമ്പ് പറയുന്നവർ, കർത്താവി, തീവ്രവാദികൾ, ഭീകരവർഗീയവാദികൾ, മത സാമൂഹിക സംസ്കാര മിണ്ടിൽ നിന്ന് സൈനിക എഞ്ചിനീയർമാർ, എല്ലാ മാനസാന്തരം കൊടുക്കണമേ. വ്യഭിചാരം, പരസംഗം, അശുദ്ധമായ ജീവിതവും, കർത്താവി, സകല അസമാനതയും, ആമി, പീഡനങ്ങളും പെരുകുന്ന ഈ കാലം, കുലപാതകങ്ങളും രക്തച്ചൊരിച്ച് നടക്കുമ്പോൾ സ്ഥാനമാനത്തിൽ അധികാരത്തിന് വേണ്ടി ഭരണമി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണപക്ഷ പാർട്ടികൾ തമ്മിലടിക്കുമ്പോൾ, ജനത്തിന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ ജനം തമ്മിലടിക്കുമ്പോൾ, കർത്താവി, കാട്ടുമൃഗങ്ങൾ, ആനയടക്കമുള്ള, കടുവയുടെ പുലിയടക്കമുള്ള, പാമ്പിയടക്കമുള്ള, ആമി, കർത്താവി, കരയടക്കമുള്ള എല്ലാ നാട്ടിലിറങ്ങി ആക്രമണം അഴിച്ചുവിടുമ്പോൾ, അതിന്റെ നടുവിലും മനുഷ്യന്റെ ജീവന സ്വത്തിന് വിലവെടുക്കാതെ ഭരണ സംവിധാനങ്ങൾ കടിപിടി കൂട്ടി അടിയുണ്ടാക്കി രക്തച്ചൊരിച്ചിലൂടെ കസേര അവകാശമാക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ ഭൂമി നിറയപ്പെട്ടിരിക്കുമ്പോൾ, കർത്താവി, ഈ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ, യേശുക്രിസ്തുവിന്റെ നിത്യജീവനെ പ്രാപിപ്പാൻ ഈ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. നീതിമാനായ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ലെന്നുള്ള തിരിച്ചറിയുവാൻ, കർത്താവി, സകല ജനങ്ങൾ പാപികളാണ്. പാപിയായ മനുഷ്യന്റെ രക്ഷ യേശുക്രിസ്തു മാത്രമാണ്. നിത്യജീവൻ യേശു മാത്രമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശനം യേശുക്രിസ്തു മാത്രമാണ്. ജനം വിട്ട്, സൃഷ്ടികളെ വിട്ട് സൃഷ്ടാമായിരിക്കുന്ന ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ആമി, പാപത്തിന് പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി യേശുക്രിസ്തു പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ എല്ലാവരും ഒരുക്കണം. ശൈശവത്തിനും ബാല്യത്തിനും യുവരത്തിൽ വൃദ്ധശന യാചകർ, ഓർഫനേജ്, ഓൾഡർ തടവറായിരിക്കുന്നവർക്കായി, വിദേശ രാജ്യം കർഷകർക്ക് നൊമ്പരപ്പെടുന്നവർ, നാട്ടിൽ കിടന്ന് കഴിയാതെ വിസ മുതുക്കിവിട്ട മാമിയും പാസ്പോർട്ടിനായി സാമ്പത്തിക കടങ്ങൾ ബാധ്യതകൾ കടന്നു പോകുന്നവർ, പീഡ അനുഭവിക്കുന്നവർക്കായി, ദൈവദാസിദാസന്മാർക്കായി ജയിലിൽ കിടക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വിടുതലും മോചനം കൊടുക്കണമേ. അതിന്റെ പോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ഭർത്തനെ നീ ഓർക്കണം, അവൻ എന്ത് മനുഷ്യപുത്രനെ സമ്മതം അവൻ എന്ത് മാത്രമുള്ള അതിനെ പോലും ഞങ്ങളിലേക്കും താഴുവാൻ, ഞങ്ങൾ നോക്കുവാൻ, ഞങ്ങൾ താഴ്ച ഭവിച്ച് ഞങ്ങൾ കൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ സകല ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനവും അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.